കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകളായി ഉയരുന്ന ഒരു നിലവിളിയുണ്ട്. അത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയഭേദകമായ വേദനയാണ്. അവരുടെ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഒരു സർക്കാർ കാവലായി എത്തുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. കാലഹരണപ്പെട്ടതും മനുഷ്യവിരുദ്ധവുമായ കേന്ദ്ര വന്യജീവി നിയമത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ജനങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ വിപ്ലവകരമായ ഭേദഗതികൾ വരുത്തുന്ന 3 സുപ്രധാന ബില്ലുകൾക്ക് അംഗീകാരം നൽകിയപ്പോൾ അത് കേരളത്തിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചത്. ഇതൊരു നിയമ ഭേദഗതിയല്ല, മറിച്ച് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ധീരമായ പ്രഖ്യാപനമാണ്. 1972 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, വനം കൊള്ള തടയുക തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങളായിരുന്നു ഈ നിയമത്തിന് പിന്നിൽ. കടുവയും ആനയും സിംഹവാലൻ കുരങ്ങും അടക്കമുള്ള ജീവികളെ ഷെഡ്യൂൾ 1 പെടുത്തി പരമമായ സംരക്ഷണം നൽകി. ഈ നിയമം ഒരു പരിധിവരെ അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ 50 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹിക പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ആകെ മാറിയിരിക്കുന്നു. വനവൽക്കരണവും സംരക്ഷണ പ്രവർത്തനങ്ങളും ശക്തമായതോടെ പല വന്യജീവികളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇതോടൊപ്പം മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥ ശോഷിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഭക്ഷണം തേടിയും വാസസ്ഥലം തേടിയും വന്യജീവികൾ കൂട്ടത്തോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാട്ടുപന്നികൾ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിക്കുന്നു. പുലികളും കടുവകളും വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു. കാട്ടാനക്കൂട്ടങ്ങൾ വീടുകൾ തകർക്കുകയും മനുഷ്യരെ ചവിട്ടിക്കൊല്ലുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം 1000-ലധികം മനുഷ്യർക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ഗുരുതരമായി പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. മലയോര കർഷകന്റെ അധ്വാനവും സ്വപ്നവുമാണ് ഓരോ രാത്രിയും വന്യമൃഗങ്ങൾ ചവിട്ടിമെതിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി സ്വന്തം മണ്ണിൽ പൊരുതുന്ന ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി ഇത് മാറി. ഈ സാഹചര്യത്തിൽ നിലവിലെ നിയമം എത്രത്തോളം അപ്രായോഗികമാണെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. ഷെഡ്യൂൾ 1 പെട്ട ഒരു മൃഗം അപകടകാരിയാണെങ്കിൽ പോലും അതിനെതിരെ നടപടിയെടുക്കാൻ സങ്കീർണമായ നിയമക്കുരുക്കുകളാണ് മുന്നിലുള്ളത്. അതിനെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ ഏറ്റവും ഒടുവിൽ കൊല്ലാനോ ഉള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ മാത്രം നിക്ഷിപ്തമാണ്. ഒരു മൃഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി ഡൽഹിക്ക് നിവേദനം നൽകി മാസങ്ങളോളം കാത്തിരിക്കണം. പലപ്പോഴും ഈ കാലതാമസം കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുവാൻ കാരണമാകാറുണ്ട്. ഈ മനുഷ്യത്വ വിരുദ്ധമായ നിയമത്തിന് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കാൻ ഒരു ജനകീയ സർക്കാരിന് കഴിയില്ല. ആ തിരിച്ചറിവിൽ നിന്നാണ് സ്വന്തമായി നിയമം നിർമ്മിക്കാൻ പിണറായി സർക്കാർ ധീരമായ തീരുമാനമെടുത്തത്. കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ ജനങ്ങളുടെ ആശങ്കകളെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നവയാണ്. അത് കേവലം മൃഗങ്ങളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് മനുഷ്യന്റെ ജീവന് മുൻഗണന നൽകുന്ന ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു നിയന്ത്രണ സംവിധാനമാണ്. പുതിയ ഭേദഗതി പ്രകാരം മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്നു. ഒരു മൃഗം അപകടകാരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ പോലും വാർഡന് നേരിട്ട് ഉത്തരവിടാം. ഇത് ഡൽഹിയിൽ നിന്നുള്ള അനുമതിക്കായി കാത്തുനിന്ന് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കും. കാട്ടുപന്നി പോലുള്ള കൃഷിക്ക് വ്യാപകമായി നാശം വിതയ്ക്കുന്ന മൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് നൽകുന്നതാണ് മറ്റൊരു വിപ്ലവകരമായ നിർദ്ദേശം. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു പ്രത്യേക പ്രദേശത്ത് ഈ മൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഇത് സർക്കാരിനെ സഹായിക്കും. ഇത് കൃഷിക്കാർക്ക് വലിയ ആശ്വാസമാകും. ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം, വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കൽ, സോളാർ വേലികൾ പോലുള്ള പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. വന്യജീവി സംരക്ഷണവും മനുഷ്യ സുരക്ഷയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഈ നിയമ ഭേദഗതിക്കെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വനം, പരിസ്ഥിതി എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമായതിനാൽ സംസ്ഥാനത്തിന്റെ നിയമത്തിന് കേന്ദ്ര നിയമത്തിന് മുകളിലോ നിലനിൽപ്പുണ്ടോ എന്നതാണ് പ്രധാന സംശയം. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ ഈ നിയമം ജലരേഖയായി മാറുമെന്ന് അവർ വാദിക്കുന്നു.
എന്നാൽ ഈ വിമർശനങ്ങൾക്ക് സർക്കാർ നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ്. ഇത് കേവലം ഒരു നിയമ ഭേദഗതിയല്ല, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ അന്തസത്തയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടെയാണ്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ ആ സംസ്ഥാനത്തിന് അധികാരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാന സർക്കാർ? ഡൽഹിയിലെ ശീതീകരിച്ച മുറികളിലിരുന്ന് ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ ഒരു സാധാരണ കർഷകന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകണമെന്നില്ല. വർഷങ്ങളായി കേരള സർക്കാർ ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് നിരവധി തവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവകക്ഷി സംഘങ്ങൾ ഡൽഹിയിൽ പോയി മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായത്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ഈ ബില്ല് അയക്കുമ്പോൾ അത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ അഭ്യർത്ഥനയായി മാറും. അതിനെ അവഗണിക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിനും എളുപ്പത്തിൽ കഴിയില്ല. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനം കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ധീരവും ജനകീയവുമായ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഒന്നാണ്. ഇത് പരിസ്ഥിതി സ്നേഹത്തിന്റെ പേരിലുള്ള കപട നാടകങ്ങൾക്കെതിരെയുള്ള ഒരു താക്കീതാണ്. വന്യജീവികളെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. എന്നാൽ അത് മനുഷ്യന്റെ ശവപ്പറമ്പിൽ നിന്നുകൊണ്ടാവരുത്. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. ഒരു കർഷകന്റെ വിയർപ്പിനും വിലയുണ്ട്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന, ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ടെന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഈ നിയമം. വിമർശകർക്ക് ഇനിയും പലതും പറയാനുണ്ടാകും. നിയമത്തിന്റെ നൂലാമാലകൾ നിരത്താനുണ്ടാകും. എന്നാൽ സ്വന്തം വീടിന്റെ ഉമ്മറത്ത് കാട്ടാനയെ കണ്ട് ഭയന്നു വിറച്ചു കഴിയുന്ന ഒരു കുട്ടിയുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ ആ നിയമങ്ങളെല്ലാം അപ്രസക്തമാണ്. ആ കുട്ടിക്കും അവന്റെ കുടുംബത്തിനും സുരക്ഷിതമായി ഉറങ്ങാൻ ഒരവസരം നൽകുക എന്നതാണ് ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ കടമ. ആ കടമ നിറവേറ്റാനുള്ള ഉറച്ച കാൽവെപ്പാണ് പിണറായി സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്.